ശ്രീമതി ലക്ഷ്മി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്നും വനഭൂമി പട്ടയം ഏറ്റുവാങ്ങുന്നു. വളരെ സന്തോഷം പകരുന്ന ഒരു ചടങ്ങാണിത്. കുടുംബങ്ങളാണ് ഭൂമിയുടെ അവകാശികളായി മാറുന്നത്. ഇവിടെ പറഞ്ഞു, സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മൊത്തം 1,52,000-ത്തിലധികം പട്ടയങ്ങളാണ് ഇതോടെ നൽകുന്ന സ്ഥിതി ഉണ്ടാകുന്നത്. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് 1,77,000 പട്ടയങ്ങൾ വിതരണം ചെയ്തിരുന്നു. അപ്പോൾ 7.5 വർഷം കൊണ്ട് 3.25 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഭൂമിയുടെ അവകാശികളായി മാറിയിരിക്കുക. ഇതുപോലുള്ള കാര്യങ്ങൾ കൃത്യതയോടെ ചെയ്യുക എന്നതിനാണ് സർക്കാർ അതീവ പ്രാധാന്യം നൽകുന്നത്. കാരണം ഈ ഓരോ ആളും കുടുംബവും ദീർഘകാലമായി ഇത്തരമൊരു കാര്യം പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ഭൂമിയുടെ അവകാശിയായി എപ്പോൾ മാറും, അതാണ് അവരെല്ലാം ദീർഘകാലമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അർഹതയുള്ള എല്ലാവർക്കും പട്ടയം നൽകുക എന്നത് അതീവ പ്രാധാന്യമുള്ള കാര്യമായാണ് സർക്കാർ കണക്കാക്കിയിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനം മൊത്തത്തിൽ തന്നെ ഭൂരഹിതരില്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറാനുള്ള ചിട്ടയായ പ്രവർത്തനങ്ങളാണ് നാം നടത്തുന്നത്. സർക്കാർ അതിനാണ് മുൻഗണന നൽകുന്നത്. അപ്പം അതിന് ഭൂമിയില്ലാത്തവരെ കണ്ടെത്തൽ, അവർക്ക് വിതരണം ചെയ്യാൻ പറ്റുന്ന ഭൂമി കണ്ടെത്തൽ, ആവശ്യമായ അനുമതികളും രേഖകളും ലഭ്യമാക്കൽ, വ്യവഹാരങ്ങളിൽ പെട്ടുകിടക്കുന്ന ഭൂമിയാണെങ്കിൽ വേഗം തന്നെ ആ വ്യവഹാരത്തിന് തീർപ്പുണ്ടാക്കൽ, ഇങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഒരേ സമയം നിർവഹിച്ചുകൊണ്ടാണ് ഈ ഭൂവിതരണം ത്വരിതപ്പെടുത്താൻ സർക്കാരിനായിട്ടുള്ളത്. ഇതിൽ റവന്യൂ വകുപ്പ് വലിയ ആത്മാർത്ഥതയോടെയുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമാണ് ഇന്ന് ഈ രീതിയിൽ പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് സാധ്യമാക്കുന്നതിനായി പ്രവർത്തിച്ച എല്ലാവരെയും ഈ ഘട്ടത്തിൽ ഹാർദമായി അഭിനന്ദിക്കട്ടെ. നമ്മുടെ നാട് നമുക്കെല്ലാവർക്കും ജനിച്ച നാൾ മുതൽ പരിചയമുള്ള നാട് തന്നെ. പക്ഷേ നാടിൻ്റെ പ്രത്യേകത നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല. ഒരു ഭാഗം വനാവരണമാണ്,
വനത്തിൻ്റെ രീതികളാണ്. ഇങ്ങ് വന്നാൽ കടലോരമാണ്. പിന്നെയുള്ളത് ധാരാളം നീർത്തടങ്ങളും അതുപോലുള്ള കാര്യങ്ങളുമൊക്കെയാണ്. ഇതൊക്കെ നമുക്ക് ഏതെങ്കിലും ആവശ്യത്തിന് വേറെ ഉപയോഗിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളല്ല. ഇതെല്ലാം കഴിഞ്ഞുള്ള സ്ഥലങ്ങൾ മാത്രമേ പൊതുവായി ഉപയോഗിക്കാൻ കേരളത്തിനുള്ളൂ. അപ്പോൾ കേരളം വളരെ വിസ്തൃതിയുള്ളൊരു സംസ്ഥാനമല്ല. ആ ഉള്ള വിസ്തൃതിയിൽ തന്നെ നല്ലൊരു ഭാഗം ഈ തരത്തിൽ മറ്റ് കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തവയുമാണ്. അപ്പോൾ പാർപ്പിട ആവശ്യമായാൽ പോലും, അല്ലെങ്കിൽ വാണിജ്യാവശ്യമായാലും, വ്യവസായ ആവശ്യമായാലും, ഇനി നമ്മുടെ പൊതുവായ വിദ്യാഭ്യാസ അതുപോലുള്ള ആരോഗ്യ അതുപോലുള്ള കാര്യങ്ങളായാലും അതിനെല്ലാം ഉപയോഗിക്കാവുന്ന ഭൂമിയുടെ അളവ് അത് കൂടുതലില്ല എന്നതാണ് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത. അതോടൊപ്പമോ ഭൂമിക്കേ കുറവുള്ളൂ, നമുക്ക് ജനങ്ങൾ ആവശ്യത്തിന് നല്ലതുപോലെയുണ്ട്. അതുകൊണ്ട് തന്നെ ഉയർന്ന ജനസാന്ദ്രത ഉള്ള ഒരു നാടാണ് നമ്മുടേത്. അപ്പോൾ ആ ജനങ്ങളുടെ ജനസംഖ്യക്കനുസരിച്ച് ഉപയോഗിക്കാനുള്ള ഭൂമി നമുക്ക് ഇവിടെ ലഭ്യമല്ല. അത്തരമൊരു നാട്ടിലാണ് എല്ലാവർക്കും ഭൂമി ലഭ്യമാക്കൂ എന്ന ശ്രമകരമായ ദൗത്യം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നത് നാം ഓർക്കണം. ഇത് അതീവ ഗൗരവമുള്ളൊരു കാര്യമാണ്. എളുപ്പത്തിൽ സായുധപ്രായമാക്കാൻ കഴിയുന്നൊരു കാര്യവുമല്ല. പക്ഷെ എളുപ്പത്തിൽ സായുധപ്രായമാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമല്ലല്ലോ സർക്കാരിന് ചെയ്യേണ്ടി വരിക. ഇത് നമ്മുടെ നാടിൻ്റെ ഒരു സാമൂഹ്യ ആവശ്യമാണ്. ആ സാമൂഹ്യ ആവശ്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എന്തു തരത്തിലുള്ള പ്രതിസന്ധികളുണ്ടായാലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോവുക എന്നതാണ് നാം പൊതുവെ സ്വീകരിക്കുന്ന നിലപാട്. അതിൻ്റേതായ പ്രയാസങ്ങൾ കേരളം നല്ല നിലക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണല്ലോ ഇത്. നമ്മൾ ആരുടെയെങ്കിലും മുന്നിൽ ദയാവായ്പിന് വേണ്ടി കെഞ്ചുന്നവരല്ല. നമുക്ക് അർഹതപ്പെട്ടതും അവകാശപ്പെട്ടതുമായ കാര്യങ്ങളുണ്ട്. ആ അർഹതപ്പെട്ടതും അവകാശപ്പെട്ടതും നമ്മളായിട്ട് നിശ്ചയിച്ചതല്ല. അത് ഇന്ത്യൻ ഭരണഘടന നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഭരണഘടന നമ്മുടെ രാജ്യത്തെക്കുറിച്ച് കൃത്യമായ സങ്കല്പം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു ഫെഡറൽ രാജ്യമാണ്. സ്റ്റേറ്റുകളുടെ യൂണിയനാണ്. അതിൻ്റെ തലപ്പത്താണ് യൂണിയൻ ഗവൺമെൻറ് ഇരിക്കുന്നത്. ആ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ചുമതല സ്റ്റേറ്റുകളെ സംതൃപ്തമായ രീതിയിൽ കൊണ്ടു നടക്കുക എന്നുള്ളതാണ്. തോന്നിയ പോലെ കാര്യങ്ങൾ നടത്താനല്ല
ഈ കേന്ദ്ര ഗവൺമെൻറ്റിന് ഇഷ്ടാനിഷ്ടമനുസരിച്ച് കാര്യങ്ങൾ നിർവഹിക്കാനല്ല ഭരണഘടന ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഭാഗമായി ഓരോ കാര്യത്തിലും സ്വീകരിക്കേണ്ട നടപടികളുണ്ട്. ഇപ്പോൾ വലിയ തോതിൽ നമ്മുടെ നാട്ടിലും രാജ്യത്തിലും ഒരു പ്രശ്നമായി മാറിയ കാര്യമാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന ഫെഡറൽ തത്വങ്ങൾക്കെതിരെയുള്ള സമീപനം. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഭരണഘടനാ വ്യവസ്ഥകൾ ഉദ്ധരിച്ച് രാജ്യത്തിൻ്റെ ഫെഡറൽ തത്വത്തിനനുസരിച്ച് കാര്യങ്ങൾ നീക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ച കാര്യം, ആ പ്രശ്നം സുപ്രീം കോടതിയുടെ മുന്നിൽ വന്നപ്പോൾ ഒരു കാര്യവുമില്ലാത്തൊരു സംഗതി എന്നല്ല സുപ്രീം കോടതി കണ്ടത്, ഗൗരവമായൊരു കാര്യമായി കണ്ടു. അങ്ങനെ സുപ്രീം കോടതി ന്യായമായൊരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുമാണല്ലോ, ഈ കേസ് ഞങ്ങൾ കേൾക്കുന്നതിന് മുൻപ് നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതല്ലേ നല്ലത്? അതിന് നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും സന്നദ്ധമായി കൂടെ? ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് നാം ഇതിനു മുൻപ് നടത്തിയ എല്ലാ ശ്രമങ്ങളും അറിയുന്നതല്ല. നമ്മൾ ആദ്യമേ കേസിന് പോയതല്ല. ഈ പ്രശ്നം കേന്ദ്ര ധനമന്ത്രിയുടെ അടുത്ത് നമ്മുടെ ധനമന്ത്രി പലവട്ടം നേരിട്ട് സംസാരിക്കുകയും നിവേദനങ്ങൾ നൽകുകയും ചെയ്തിട്ടുള്ളതാണ്. പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിലടക്കം നമ്മൾ പെടുത്തിയിട്ടുള്ളതാണ്. പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിലും ധനമന്ത്രിയുടെ ശ്രദ്ധയിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായും എല്ലാം കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടും ഒരു മാറ്റവും കേന്ദ്ര സർക്കാരിൻ്റെ സമീപനത്തിലുണ്ടായില്ല. ആ ഘട്ടത്തിലാണ് നാം ഇത്തരം കാര്യങ്ങളിൽ അവസാന വാക്ക് പറയാൻ കഴിയുന്ന ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. പക്ഷേ സുപ്രീം കോടതി നിർദ്ദേശം വെച്ചപ്പോൾ ഒരു തർക്കത്തിനും നമ്മൾ നിന്നില്ല. കാരണം ന്യായമായൊരു കാര്യമാണത്. ചർച്ച ചെയ്ത് പരിഹരിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ ചർച്ചയിലൂടെ പരിഹരിക്കാൻ തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്തിന് താല്പര്യം. സംസ്ഥാനം ആ നിർദ്ദേശം അപ്പടി സ്വീകരിച്ചു. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ടി ഹാജരായവർക്ക് അപ്പം തന്നെ അത് സ്വീകരിക്കാൻ പറ്റിയില്ല. അവരോട് ഞങ്ങൾ ആലോചിച്ച് ഉച്ചയ്ക്ക് ശേഷം പറയാം. ആവട്ടെ, ആലോചിച്ചു. ഉച്ചയ്ക്ക് ശേഷം അവർ മറുപടി പറഞ്ഞു കോടതിയിൽ, ഞങ്ങൾ സന്നദ്ധമാണ് എന്ന്. അങ്ങനെ സംസാരിക്കാൻ രണ്ടു കൂട്ടരും തയ്യാറാകുന്ന നിലയായി. അതിൻ്റെ തുടർച്ചയായി സംസാരം നടന്നു. കോടതിയുടെ മുമ്പിൽ തന്നെ കേരളം പറഞ്ഞു, നിയമസഭാ സമ്മേളനം നടക്കുകയാണ്. നിയമസഭാ സമ്മേളനത്തിൽ ബജറ്റ് അവതരിപ്പിച്ച് അതിന് മറുപടി പറയേണ്ട ദിവസമാണ് നാളെ. ഈ ചർച്ചയിൽ ഞങ്ങളുടെ ധനമന്ത്രി അടക്കം പങ്കെടുക്കാൻ തയ്യാറാണ്. ധനമന്ത്രി നാളെയാണ് മറുപടി പറയേണ്ടത്. എന്നാലും ഈ ചർച്ചയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് കേന്ദ്ര സർക്കാർ പറയുന്ന ഏത് ദിവസവും ഞങ്ങൾ തയ്യാറാണ് എന്ന് തന്നെ നമ്മൾ അവിടെ നിലപാടെടുത്തു.
ആ ചർച്ച നടത്തുന്നതിനായി ധനമന്ത്രി ഡൽഹിയിലേക്ക് പോയി. അവിടെ കേന്ദ്ര ധനമന്ത്രിയോ അവരുടെ കൂടെ സഹായികളായിട്ടുള്ള മറ്റു മന്ത്രിമാരോ ആരും പങ്കെടുത്തില്ല. ഉദ്യോഗസ്ഥന്മാരെ മാത്രമാണ് വിട്ടത്. അതിൽ വേറെ തെറ്റില്ല. പക്ഷേ സമീപനം എന്ത് എന്നുള്ളതാണ് അത് വ്യക്തമാക്കുന്നത്. ഇത്തരം കാര്യങ്ങളോട് സ്വീകരിക്കുന്ന ജനാധിപത്യപരമായ സമീപനത്തിൻ്റെ നിഷേധമാണ് അതിൽ കാണാൻ കഴിയുക. ധനമന്ത്രി ഡൽഹിയിലെന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരുണ്ട്. അങ്ങനെയുള്ളവരാരും പങ്കെടുത്തില്ല. ചർച്ച തുടങ്ങിയപ്പോഴാണ് അതീവ രസാവഹമായ ഒരു നിർദ്ദേശം ഈ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് പങ്കെടുത്തവരുടെ നാക്കിലൂടെ വരുന്നത്. അവർ പറയാണ്, കേരളത്തിന് കൊടുക്കേണ്ട പണം അത് ഇപ്പം ഞങ്ങൾ കൊടുക്കാം, പക്ഷേ നിങ്ങളെ കേസ് പിൻവലിച്ചാൽ ആ പണം തരാം. ഏത് പണമാണത്? ഈ മാസം കേന്ദ്രം കേരളത്തിന് നൽകാൻ സ്വാഭാവികമായും നൽകേണ്ട പണം. അത് കേരളത്തിന് അവകാശപ്പെട്ട പണമാണ്. മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും അവകാശപ്പെട്ട പണമാണ്. ഇതിനല്ല നാം കേസിന് പോയത്. നാം കേസിന് പോയത് എന്താണ് സ്വീകരിച്ച സമീപനം? ഈ സമീപനത്തിൻ്റെ ഭാഗമായി കേരളത്തിന് മൊത്തം എത്ര തുക നഷ്ടമായി? കേരളത്തിന് ലഭിക്കേണ്ടിയിരുന്ന 1,07,500 കോടിയിൽ പരം രൂപയാണ് ഈ മൊത്തം കാലയളവിൽ കേരളത്തിന് നഷ്ടമായിട്ടുള്ളത്. അതാണ് സുപ്രീം കോടതിയുടെ മുൻപാകെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഭാഗം. അതൊരു ഭാഗം. വേറൊരു ഭാഗം ഇപ്പോൾ നൽകേണ്ടതും എന്നാൽ നൽകിയിട്ടില്ലാത്തതുമായ പണമുണ്ട്. അത് 2-3 ഇനങ്ങളിലുണ്ട്. ആ ഭാഗവും ഇതിൻ്റെ കൂടെ പറയുകയാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ ഭാഗമാണ് ചർച്ച ചെയ്ത് ആ നൽകേണ്ട പണത്തിൽ അത് മുഴുവനായിട്ട് നൽകുകയോ അതിനെന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ആ പ്രയാസം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഇത്ര നൽകാം, പിന്നീട് ഇത്ര നൽകാം എന്ന തരത്തിൽ പറയുകയോ ആ രീതിയിലുള്ള സമീപനം കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കേണ്ടത്. പക്ഷേ ആ പണത്തെക്കുറിച്ച് ശബ്ദിക്കുന്നേയില്ല. ഈ കേസിൻ്റെ ഭാഗമേ അല്ലാത്ത സാധാരണഗതിയിൽ സംസ്ഥാനത്തിന് ലഭിച്ചുകൊണ്ടിരിക്കേണ്ട പണമുണ്ട്. ആ പണമാണ് ഈ മാസം ലഭിക്കേണ്ട പണം. ആ പണം ഞങ്ങൾ തരണമെങ്കിൽ ഈ കേസ് പിൻവലിക്കണമെന്നാണ് പറയുന്നത്. അതൊക്കെ എവിടുത്തെ ന്യായമാണെന്ന് നോക്കണം. ഇതൊന്നും സാധാരണ ഗവൺമെൻറ്റുകൾ തമ്മിലുണ്ടാകേണ്ട ഒരു കാര്യമല്ല. നമ്മളെ ചില നാട്ടുമ്പുറങ്ങളിൽ ചില മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറയുന്ന ഒരു മര്യാദയും പാലിക്കാത്ത ചില ആളുകളുണ്ടാവുമല്ലോ. അങ്ങനെ അപൂർവം ചില ആളുകൾ പറയുന്ന തരത്തിലുള്ളൊരു ന്യായമാണിത്. ആ നിലയിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് അധപ്പതിക്കാൻ പാടുണ്ടോ? അധികാരമുണ്ട് എന്ന് വെച്ച് എന്തും ചെയ്യാമെന്നാണോ? ഒരു സംസ്ഥാനത്തോട് സ്വീകരിക്കേണ്ട സമീപനമാണോ ഇത്? നമ്മുടേതുപോലുള്ള ഒരു രാജ്യത്ത് ഇത്തരമൊരു നിലപാടാണോ സ്വീകരിക്കേണ്ടത്? അവിടെ പങ്കെടുത്തവർക്ക് വേറെ ആരുമായും ആലോചിക്കേണ്ട ആവശ്യം പിന്നെ വരുന്നില്ല.
നേരെ പറഞ്ഞു, ഇത് നിങ്ങളുടെ ഔദാര്യമല്ല, ഇപ്പം ഞങ്ങൾക്ക് കിട്ടേണ്ട പണമാണ്. അതുമായി ബന്ധപ്പെട്ടല്ല കേസ്, അതിവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല, അത് ഞങ്ങൾക്ക് നൽകേണ്ട പണമാണ്. കേസിൽപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. ആ ചർച്ചയിലേക്ക് കടക്കുന്നുണ്ടോ? അതൊട്ടില്ല എന്തായാലും. അങ്ങനെ ആ ചർച്ച ഒരു ഫലവും ഇല്ലാതെ പിരിഞ്ഞു. ഈ നിർദ്ദേശം വെച്ചപ്പോൾ തന്നെ കോടതി പറഞ്ഞിരുന്നു, ഇതിൻ്റെ ഫലം എന്താണെന്ന് നിങ്ങൾ കോടതിയെ അറിയിക്കണം. രണ്ടു കൂട്ടരും കോടതിയെ അറിയിക്കുന്നു. ഇവർ കേന്ദ്ര ഗവൺമെൻറ് ഇതേ കാര്യം തന്നെ പറയാൻ ഒരു തീർത്തും അവിവേകമായ നിലപാട് സംസ്ഥാന സർക്കാരുമായി ചർച്ച ചെയ്യുമ്പോൾ അവർ സ്വീകരിച്ചു. ഞങ്ങൾ ഇപ്പം തരേണ്ട പണം തരണമെങ്കിൽ തന്നെ നിങ്ങളുടെ കേസ് പിൻവലിക്കണം. അതേ കാര്യം, തീർത്തും അവിവേകമായ കാര്യം, തീർത്തും നിയമവിരുദ്ധമായൊരു കാര്യം, തീർത്തും ഭരണഘടനാ വിരുദ്ധമായ കാര്യം അവരെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുൻപാകെയും പറയുകയാണ്. എന്താണ് അവസ്ഥ? എന്തൊരു നിലപാടാണ് സ്വീകരിക്കുന്നത്? നമ്മുടെ നാടിൻ്റെ എല്ലാ മേഖലയെയും സ്തംഭിപ്പിക്കുക, ആ ഒരു ഉദ്ദേശത്തോടെയാണ് കാര്യങ്ങൾ നീക്കുന്നത്. എന്താ മനസ്സിലുള്ള കണക്കൂട്ടൽ? നമ്മുടേതുപോലൊരു സംസ്ഥാനം വലിയ തോതിൽ വിഭവശേഷിയുള്ള സംസ്ഥാനമല്ല. എന്നുവെച്ച് നമുക്ക് നമ്മുടേതായ തലത്തിൽ വല്ലാത്ത കുറവുകളില്ല. സംസ്ഥാനങ്ങളുടെ വരുമാനമെന്ന് പറയുമ്പോൾ സംസ്ഥാനം സ്വയമേവ ഉണ്ടാക്കുന്ന വരുമാനമുണ്ട്, തനത് വരുമാനം. മറ്റൊന്ന്, നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമായ സംസ്ഥാനമെന്ന നിലക്ക് കേന്ദ്രത്തിന് ലഭിക്കേണ്ടതാണ്. ആ കേന്ദ്രത്തിന് ലഭിക്കേണ്ട കാര്യം എന്തോ ഒരു ഔദാര്യമായിട്ട് നൽകേണ്ടതല്ല. ഇവിടുന്ന് ശേഖരിക്കുന്ന പണമുണ്ട്, ആ ശേഖരിക്കുന്ന പണം കേന്ദ്രത്തിൻ്റെ കയ്യിലാണ് എത്തുന്നത്. അത് കേന്ദ്രം വീതിച്ച് സംസ്ഥാനങ്ങൾക്ക് നൽകും. നമ്മുടെ സംസ്ഥാനത്തിന് ജനസംഖ്യാനുപാതികമായ വീതം കിട്ടുന്നില്ല. എന്നാൽ തൻകുഞ്ഞ് എന്ന് കണക്കാക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് ഇഷ്ടമുള്ള ചില സംസ്ഥാനങ്ങളുണ്ട്, അവർക്ക് വാരിക്കോരി കൊടുക്കുകയാണ്. ജനസംഖ്യാനുപാതികമല്ല, അതിനേക്കാളും കൂടുതൽ കൊടുക്കുകയാണ്. ഇത് തീർത്തും അവിവേകമായിട്ടുള്ള കാര്യമാണ്. ഈ കാര്യം തിരുത്തേണ്ടതുണ്ട്. ആ വിഹിതം നമുക്ക് അർഹതപ്പെട്ടതാണ്, നമുക്ക് ലഭിക്കേണ്ടതാണ് ഒരു ഭാഗം. വേറൊരു ഭാഗം നമ്മുടെ സംസ്ഥാനം നടപ്പാക്കുന്ന പദ്ധതികൾ, സംസ്ഥാനം മാത്രമായി നടപ്പാക്കുന്ന പദ്ധതികളുണ്ട്. ചില പദ്ധതികൾ കേന്ദ്രവും സംസ്ഥാനവും കൂടി നടപ്പാക്കുന്ന പദ്ധതിയാണ്. ആ കേന്ദ്രവും സംസ്ഥാനവും കൂടി നടപ്പാക്കുന്ന പദ്ധതികൾ ആദ്യം സംസ്ഥാനം പണം ചെലവിടുകയാണ്. ഇവിടെ ആ പണം തരൂല, സംസ്ഥാനം ചെലവിട്ട് കഴിഞ്ഞു. കേന്ദ്ര ഗവൺമെൻറ് പിന്നീട് ആ പണം തരേണ്ടതാണ്. അതിൻ്റെ കണക്ക് പറഞ്ഞിട്ടുണ്ട്, ഇത്രയാണ്, ആ പണം നിങ്ങൾ തരണം. ഏത് സംസ്ഥാനത്തിനും കടമെടുക്കേണ്ടി വരും. കടമെടുക്കൽ സാധാരണഗതിയിൽ സംസ്ഥാനത്തിൻ്റെ അധികാരത്തിൽപ്പെട്ടതാണ്, ഭരണഘടന പ്രകാരം സംസ്ഥാന അധികാരത്തിൽപ്പെട്ടതാണ്.
അതിൽ അനാവശ്യമായ നിയന്ത്രണം കൊണ്ടുവന്നു. നമുക്ക് അർഹതപ്പെട്ടത് നിഷേധിക്കുന്നു. കടമെടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാക്കുന്നു. ഇങ്ങനെ സാമ്പത്തികമായി ഞെരുക്കുകയാണ്. ഇത്തരത്തിലെല്ലാം കൂടി വരുന്ന പണം നമുക്ക് അനുവദിച്ച് കിട്ടണമെന്നാണ് നാം സുപ്രീം കോടതിയുടെ മുന്നിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് മറുപടിയൊന്നും പറയാനില്ലാതെ പിൻവലിച്ചാൽ ഇപ്പം നൽകാനുള്ളത് നൽകാമെന്നുള്ള മുട്ടാപ്പോക്ക് ന്യായവും കൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് വന്നിട്ടുള്ളത്. എന്താ ഉദ്ദേശം? നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഇടപെടലുകൾ കേരളീയ സമൂഹത്തെ കണ്ടുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഇതുപോലെ പട്ടയം കൊടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ടുള്ള ഒരുപാട് ഇടപെടലുകൾ, ആ ഇടപെടലുകളുടെ ഭാഗമായി ചെലവിടേണ്ട പണം, ആ പണം ഉണ്ടാകരുത് കയ്യിൽ. സംസ്ഥാനത്തിൻ്റെ കയ്യിൽ പണം ഉണ്ടാകരുത്. പറ്റുമെങ്കിൽ കേരളത്തിൽ ജീവനക്കാർക്ക് കൊടുക്കുന്ന ശമ്പളം വരെ മുടക്കാൻ കഴിയുമോ? ആ ഒരു ദുഷ്ടലാക്ക് കൂടി ഇതിൻ്റെ എല്ലാം പിന്നിൽ. ഇതാണോ ഒരു കേന്ദ്ര ഗവൺമെൻറ് ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനോട് സ്വീകരിക്കേണ്ട സമീപനം? രാഷ്ട്രീയമായി വ്യത്യസ്ത നിലപാടുണ്ടാവും. കേന്ദ്രം നയിക്കുന്ന BJPക്ക് ഒരു പ്രത്യേക രാഷ്ട്രീയ നിലപാടുണ്ടാവും. കേരളത്തിലെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന LDFന് അതിൻ്റേതായ പ്രത്യേക രാഷ്ട്രീയ നിലപാടുണ്ടാവും. പക്ഷെ ആ രാഷ്ട്രീയ നിലപാടുകൾ ജനങ്ങൾക്കെതിരെ ഉപയോഗിക്കാൻ പാടുണ്ടോ? ഒരു സംസ്ഥാനത്തിനും സംസ്ഥാനത്തിലെ ജനങ്ങൾക്കുമെതിരെ ഉപയോഗിക്കാൻ പാടുണ്ടോ? ഈ സംസ്ഥാനത്തിൻ്റെ രക്ഷയാണ് നമ്മുടെ മുന്നിലുള്ള പ്രാധാന്യം. ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യങ്ങളാണ് നാം പരിഹരിക്കാൻ നോക്കുന്നത്. അത് തകർക്കാനാണ് ശ്രമം. അത് നമുക്ക് അനുവദിക്കാൻ കഴിയില്ല. ഇത്തരം കാര്യങ്ങളിൽ കേരളം ഒന്നിച്ചു നിൽക്കുന്ന സമീപനമാണ് സാധാരണ സ്വീകരിക്കേണ്ടത്. നിർഭാഗ്യവശാൽ നമ്മുടെ പ്രതിപക്ഷം കോൺഗ്രസ് ആ കാര്യത്തിൽ BJPയോടൊപ്പമാണ്. അവർക്ക് BJPയോടൊപ്പം നിന്ന് സർക്കാരിനെ എതിർക്കലാണ് പ്രാധാന്യം. എങ്ങനെയും സർക്കാരിനെ എതിർക്കുക, അതിനാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. അത് നാം നേരിടുന്ന നിർഭാഗ്യകരമായൊരവസ്ഥയാണ്. എന്നാൽ നാട്, ജനങ്ങൾ ഒന്നാകെ ഇത്തരത്തിലുള്ള നടപടികൾക്കെതിരെ അണിനിരക്കുന്ന കാഴ്ചയാണ് കാണാൻ നമുക്ക് സാധിക്കുക. ഇവിടെ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. നമ്മുടെ ഫലപ്രദമായ റവന്യൂ വകുപ്പിൻ്റെ ഇടപെടലിലൂടെയാണ് പട്ടയം ഇപ്പോൾ ഈ രീതിയിൽ ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പട്ടയ മെഷീനടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. രാജ്യത്തിന് തന്നെ മാതൃകയായിക്കൊണ്ടാണ് നമ്മുടെ ക്ഷേമ നടപടികൾ നിലകൊള്ളുന്നത്. ഇതിനെല്ലാം തകർക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ അതിലൊന്നും പതറാതെ, നേരത്തെ പറഞ്ഞതുപോലെ ഒരിഞ്ച് പോലും അത്തരം കാര്യങ്ങളിൽ പിന്നോട്ട് പോകാതെ നാം പ്രഖ്യാപിച്ച വികസനക്ഷേമ മേഖലകളിൽ നമ്മുടെ നേട്ടങ്ങൾ കൈവരിക്കാൻ നമുക്ക് കൂട്ടായി ശ്രമിക്കാം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ പട്ടയമേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം. പട്ടയ വിതരണത്തിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പട്ടയം ഏറ്റുവാങ്ങുന്നതിനായി പേര് വിളിക്കുന്ന ഗുണഭോക്താക്കൾ സ്റ്റേജിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. വേദിയിൽ പട്ടയം ഏറ്റുവാങ്ങുന്നു
കുറിച്ചിക്കരയിൽ മടപ്പാട്ട് പറമ്പിൽ വീട്ടിൽ രാമൻ ഭാര്യ ശ്രീമതി ലക്ഷ്മി. ശ്രീമതി ലക്ഷ്മി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്നും വനഭൂമി പട്ടയം ഏറ്റുവാങ്ങുന്നു. അടുത്തതായി ചിറ്റിലപ്പള്ളിയിൽ നീലത്ത് വീട്ടിൽ രവീന്ദ്രൻ. ചിറ്റിലപ്പള്ളിയിൽ നീലത്ത് വീട്ടിൽ ശ്രീ രവീന്ദ്രൻ പുറമ്പോക്ക് പട്ടയം ഏറ്റുവാങ്ങുന്നു. അടുത്തതായി പാണഞ്ചേരി വില്ലേജിൽ കളപ്പുരപ്പറമ്പിൽ ജോയ്. പാണഞ്ചേരി വില്ലേജിൽ നിന്നും കളപ്പുരപ്പറമ്പിൽ ശ്രീ ജോയ് പുറമ്പോക്ക് പട്ടയം ഏറ്റുവാങ്ങുന്നു.